ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മോണപഴുപ്പ്, അതേപോലെ തന്നെ വായ്പുണ്ണ്, വായുനാറ്റം എന്നിവ അകറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു ഹോം റെമഡിയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നമുക്കിത് ഗാർഗിൾ ചെയ്യാനാണ് തയ്യാറാക്കി ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വായിലുള്ള കീടാണുക്കളെയൊക്കെ നശിപ്പിക്കാനും അതേപോലെ തന്നെ ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ വായിലെ അൾസർ മൂലമുള്ള വേദനയും വീക്കവും കുറയ്ക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു മൗത്ത് വാഷ് നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ പ്രധാന ചേരുവ എന്ന് പറയുന്നത് പേരയിലയാണ് കേട്ടോ. നമ്മളിവിടെ 2 പേരയിലയാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് മൂത്ത് പോകാത്ത പേരയിലയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. തളിരിലയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ അടുത്തായിട്ട് എടുത്തിരിക്കുന്നത് നാരകത്തിൻ്റെ ഇലയാണ് കേട്ടോ. നാരകത്തിൻ്റെ ഇല മോണപഴുപ്പിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് മോണപഴുപ്പുള്ളവർ തീർച്ചയായിട്ടും ഇതിൽ ചേർക്കേണ്ട ഒരു കാര്യം ആണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 2 ഇലയും പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നൂടി സെലക്ട് ചെയ്യുക. നമ്മളിവിടെ 1.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. ഞാൻ ആദ്യം 1 ഗ്ലാസ് എടുത്തു, പിന്നെ ഒരു 1/2 ഗ്ലാസ് കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളൊന്ന് അടപ്പത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇലകളില്ലേ, അതൊന്ന് കഴുകി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പിച്ച് കീറി ഇടുക, അത്രേ ഉള്ളൂ കേട്ടോ. അതിട്ട് കൊടുക്കുന്നുണ്ട്. 2 ഇല വീതമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. പിന്നെ അതിനുശേഷം കുറച്ച് കല്ലുപ്പ് കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ തന്നെ ഹായ് എന്നെങ്കിലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വായ്പുണ്ണുള്ളവർക്ക് പേരയിലെ വെള്ളം മാത്രമായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. നമ്മളിപ്പോൾ ഇത് ഗാർഗിൾ ചെയ്യാനായിട്ടൊരു മൗത്ത് വാഷ് രീതിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അങ്ങനെയല്ലാതെ നമുക്ക് 2 പേരയിലയിട്ട് 1.5 ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം കുടിക്കുന്നതും നല്ലതാണ്. അപ്പോൾ ഇത് തളിരില വേണം എടുക്കാനായിട്ട്. ഈ ഒരു പേരയിലേക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. അതേപോലെ തന്നെ ആ വീക്കവും കാര്യങ്ങളും ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. വായിക്ക് നല്ല ഒരു ഉന്മേഷം കിട്ടും. ദുർഗന്ധവും കാര്യങ്ങളും എല്ലാം മാറാനായിട്ട്, വായുനാറ്റം ഒക്കെ മാറാനും കൂടി സഹായിക്കും. വായ്പുണ്ണുള്ളവർ 2 രീതിയിലും ഉപയോഗിക്കാവുന്നതാണ്. അതായത് കുടിക്കുകയും അതേപോലെ തന്നെ ഗാർഗിൾ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് അതിൽ സത്തെല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വയ്ക്കാം. ഒരു ചെറിയ ചൂടോടുകൂടി നമ്മളിത് ഗാർഗിൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ കളറൊന്നുമില്ല, ഒരു നോർമൽ കളർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ മൂത്ത പേരയിലയാണെങ്കിൽ അതിലൊരു ഡാർക്ക് ഷെയ്ഡ് വരും. അതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു രീതിയിലുള്ള ഇല എടുത്താൽ മതിയാകും. അപ്പോൾ ഇത് നമ്മൾ ആഹാരത്തിന് ശേഷം, ഫുഡൊക്കെ കഴിച്ച് ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് വായിൽ കൊള്ളാനായിട്ട് എടുക്കാവുന്നതാണ്. മോണപഴുപ്പ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട മറ്റു ചില ചെറിയ കാര്യങ്ങളെന്ന് പറയുന്നത്, വൈറ്റമിൻ സി ധാരാളമുള്ള ഭക്ഷണങ്ങൾ അവർ കഴിക്കുന്നത് നല്ലതാണ്. ഓറഞ്ച്, നെല്ലിക്ക, പേരയ്ക്ക, നാരങ്ങ ഇതുപോലുള്ള കാര്യങ്ങൾ ആഹാരത്തിൽ പതിവായിട്ട് ഉൾപ്പെടുത്തുക. മോണപഴുപ്പ് ഒരു പ്രാവശ്യം വന്നവരാണെങ്കിലും ഇത് വീണ്ടും വരാതിരിക്കാനായിട്ട് അത് നല്ലതാണ്. അതേപോലെ ഇപ്പോൾ മോണപഴുപ്പ് അനുഭവപ്പെടുന്നവരാണെങ്കിൽ ആ വീക്കം കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ ഇലക്കറികളൊക്കെ ഉപയോഗിക്കുന്നതും നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.